ഹായ് ഗൈസ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പുരാതന എഴുത്തുകാരുടെ ആപേക്ഷിക കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസിദ്ധമായ വിവാദങ്ങളെ ആസ്പദമാക്കിയാണ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിൽ 5 ഡിസ്റ്റിങ്വിഷ് ഇൻസിഡൻസ് ഉണ്ട്. ഇതൊരു ഷോർട്ട് സെറ്റയറാണ്. ഇറ്റ് പബ്ലിഷ്ഡ് ആസ് പാർട്ട് ഓഫ് ദി പ്രലയഗോമിന ടു ഹിസ് എ ടെയിൽ ഓഫ് എ ടബ് ഇൻ 1704. ജൊനാഥൻ സ്വിഫ്റ്റിന്റെ എ ടെയിൽ ഓഫ് എ ടബിലെ പ്രലയഗോമിനയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ചതുമായ ഒരു ഹ്രസ്വ ആക്ഷേപഹാസ്യമാണ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ്. ഇത് സെന്റ് ജെയിംസ് കൊട്ടാരത്തിലുള്ള കിങ്ങിന്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തമ്മിലുള്ള അക്ഷരാർത്ഥ യുദ്ധത്തെ ചിത്രീകരിക്കുന്നു. കിങ്ങിന്റെ ലൈബ്രറിയിലെ ലൈബ്രറേറിയനാണ് ബെന്റ്ലി. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് മോഡേണിസത്തെയാണ്. ജൊനാഥൻ സ്വിഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് വില്യം ടെമ്പിളിനെയാണ്. ഇദ്ദേഹം ആൻഷ്യൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ ടെമ്പിൾ ആൻഷ്യൻ എഴുത്തുകാരുടെ മെറിറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബെന്റ്ലി ടെമ്പിളിന്റെ കാഴ്ചപ്പാടുകളെ എതിർക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഈ സെറ്റയറിന് 5 ഇൻസിഡൻസ് ഉണ്ടെന്ന്. അതിൽ മെയിൻ ഇൻസിഡൻറ്റ് വരുന്നത് ഒന്നാമത്തെ ഇൻസിഡൻ്റ് ആണ്. അതാണ് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. സെറ്റയറിൻ്റെ പ്രധാന ഭാഗം വായനക്കാരന് ബുക്ക് സെല്ലറിൻ്റെ അറിയിപ്പും വളരെ ഹ്രസ്വമായ ആമുഖവുമാണ്. മോഡേൺസിനോട് അനാവശ്യമായ പ്രീതി കാണിക്കുന്ന ലൈബ്രറിയൻ ബെന്റ്ലിയുടെ തെറ്റായ മാനേജ്മെൻറ്റിൻ്റെ ഫലമായി ലൈബ്രറിയിൽ ആൻഷ്യൻസും മോഡേൺസും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ നിഷ്പക്ഷ വിവരണം നൽകുക എന്നതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. രചയിതാവ് നിഷ്പക്ഷതയെ പരിഹസിക്കുകയാണ് ഇവിടെ. ആദ്യ ഇൻസിഡന്റ് ആക്ഷേപഹാസ്യത്തിന്റെ പ്രധാന ഭാഗമാണ്. പർണാസസത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ ജീവിക്കാനുള്ള അവകാശത്തിനായുള്ള പുരാതന വംശകരും ആധുനികരും തമ്മിലുള്ള തർക്കമാണിത്. തെരുവിലെ നായ്ക്കൾക്കിടയിൽ ഒരു വലിയ അസ്ഥി പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന ആഭ്യന്തര യുദ്ധത്തെയാണ് തുടക്കത്തിൽ എഴുത്തുകാരൻ പരാമർശിക്കുന്നത്. യുദ്ധം അഭിമാനത്തിന്റെ കുട്ടിയാണെന്നും അഹങ്കാരം സമ്പത്തിന്റെ മകളാണെന്നും റൈറ്റർ ഇവിടെ പറയുന്നു. കൂടാതെ കൈവശം വെക്കാനുള്ള അധികാരം സാധാരണമാണെന്നും നായ്ക്കൾക്കിടയിൽ ചെയ്യുന്നത് പോലെ മനുഷ്യർക്കിടയിൽ അസൂയ പെരുകുന്നുവെന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. അതിന്റെ ഫലമായി പൗരന്മാർക്കിടയിൽ യുദ്ധമുണ്ടാകുന്നുവെന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്നത് പർണാസസ് നിവാസികൾ തമ്മിലുള്ള തർക്കമാണ്. പർണാസസിന് 2 കൊടുമുടികൾ ഉണ്ടായിരുന്നു. പൂർവികർ ഉയർന്ന കൊടുമുടിയിലാണ് താമസിച്ചിരുന്നത്. ആധുനികർ താഴ്ന്ന കൊടുമുടിയിലും. അതുകൊണ്ട് തന്നെ ആധുനികർക്ക് അസൂയ ഉണ്ടായിരുന്നു. ആധുനികർ ഒരു ദൂതനെ പൂർവികരുടെ അടുത്തേക്ക് അയച്ച് ഉയർന്ന കൊടുമുടി ഇടിച്ചു നിരത്തി തങ്ങളുടെ കൊടുമുടിയുടെ അത്രയായി നിരത്തുവാൻ ആവശ്യപ്പെട്ടു. പൂർവികർ അത് ചെയ്തില്ലെങ്കിൽ ആധുനികർ ചെയ്യുമെന്ന് പറഞ്ഞ് പൂർവികരെ ചൊടിപ്പിച്ചു. വിവാദം അവിടെ വച്ച് തുടങ്ങി. സെന്റ് ജെയിംസ് ലൈബ്രറിയുടെ ആനിമേഷൻ പുസ്തകങ്ങൾ ഈ വിവാദം ഏറ്റെടുത്തപ്പോൾ അത് ഗുരുതരമായ വഴിത്തിരിവുണ്ടാക്കുന്നു. ആധുനിക പുസ്തകവും പുരാതന പുസ്തകവും തമ്മിൽ ശത്രുതാപരമായ 2 ക്യാമ്പുകളായി ക്രമീകരിച്ചു. ഒരു വശത്ത് പ്ലാറ്റോ, ഹോമർ, വിർഗിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആൻഷ്യൻസിനെയാണ്. മറുവശത്ത് ഡെക്കാർട്ടസ്, ഡ്രൈഡൻ, ഹോബ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് മോഡേണിസത്തെയാണ്. ബെന്റ്ലി എന്ന ലൈബ്രറേറിയൻ ആധുനികരോട് ചായ്വുള്ളവനാണ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി സെക്കൻഡ് ഇൻസിഡന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഇൻസിഡന്റ് ചിലന്തിയെയും തേനീച്ചയെയും കുറിച്ചാണ് പറയുന്നത്. ചിലന്തി വലയിൽ ധാരാളം അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു തേനീച്ച അറിയാതെ കടന്നു വരുന്നു. ചിലന്തിയുടെ മാളിക എന്നാണ് സ്വിഫ്റ്റ് വെബിനെ ഒരു ഇതിഹാസ ശൈലിയിൽ വിവരിക്കുന്നത്. തേനീച്ച താൻ കുടുങ്ങിയ ചിലന്തി വലയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ചിലന്തി വല തകരുന്നു. തൻ്റെ ജീർണിച്ച മാൻഷൻ കണ്ടിട്ട് ചിലന്തിക്ക് ദേഷ്യം വരുന്നു. തേനീച്ച പുരാതന കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചിലന്തി ആധുനികതയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി തേർഡ് ഇൻസിഡന്റ് നോക്കാം. തേർഡ് ഇൻസിഡന്റ് യുദ്ധക്കളവുമായി ബന്ധപ്പെട്ടതാണ്. ഇരുപക്ഷവും യുദ്ധക്കളത്തിൽ ഒത്തുകൂടുന്നു. ഹോമർ, പിൻഡാർ, വിർജിൽ, ലൂക്കൻ, യൂക്ലിഡ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ ക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരാണ്. ഡ്രൈഡൻ, ടാസോ, വിതേഴ്സ്, കൗലി, ഹാർവി ഡെൻഹാം തുടങ്ങിയവർ ആധുനികതയെ അനുകൂലിക്കുന്നവരുമാണ്. ഇതിഹാസ കവികളായ മിൽട്ടനും ടാസോയും കുതിരയെ നയിക്കുന്നു.
കോപാകുലനായ ഹോമർ ഒരു കുതിരപ്പുറത്ത് വരുന്നു. അവൻ 5 ആധുനികരെ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലുന്നു. ഇവിടെ വിജയം ആൻഷ്യൻസിനാണെന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ ഇൻസിഡന്റ് നോക്കാം. ദ കമൻസ്മെന്റ് ഓഫ് ദ വാർ ആസ് ദ സീൻ ചേഞ്ചസ് ടു ദ മിൽക്കി വേ. വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് വിധി ജോവിനെ അറിയിക്കുന്നു. ജോവ് എന്നാൽ ജൂപ്പിറ്റർ. ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂപ്പിറ്റർ എല്ലാ ദൈവങ്ങളുടെയും യോഗം വിളിക്കുന്നു. ഇവിടെ മോമസ് ആധുനികരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പെലാസ് ആൻഷ്യൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മോമസ് മീൻസ് ഗ്രീക്ക് ഗോഡ് ഓഫ് സെറ്റയർ. പെലാസ് എന്ന് പറയുന്നത് പെലാസ് വാസ് ദ സൺ ഓഫ് കിങ് എവാൻഡർ. ഇനി നമ്മൾ നോക്കുന്നത് 5ാമത്തെ ഇൻസിഡന്റ് ആണ്, ഏറ്റവും ലാസ്റ്റത്തെ ഇൻസിഡന്റ്. 5th ഇൻസിഡന്റിൽ വാൾട്ടൻ വില്യം ടെമ്പിളിനെ ആക്രമിക്കുന്നു. ഇതിനിടയിൽ അപ്പോളോ ആൻഷ്യൻസിന്റെ കൂടെ ചേരുവാൻ തീരുമാനിച്ചു. വാൾട്ടനെതിരെ പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ക്രിസ്ത്യൻ ബോയിലിനോട് ആവശ്യപ്പെടുന്നു. ബോയിൽ തന്റെ നേരെ വരുന്നത് കാണുമ്പോൾ വാൾട്ടൻ ഭയന്ന് ഓടിപ്പോകുന്നു. ബെന്റ്ലിക്കും വാൾട്ടനുമെതിരെ ബോയിൽ പോരാടുമ്പോൾ പെലാസ് തന്റെ ലാൻസ്, അതായത് പെലാസ് തന്റെ കുന്തം ബോയിലിന് കൊടുക്കുന്നു. ബോയിൽ ആ ലാൻസ് എടുത്ത് ഒരൊറ്റ സ്ട്രൈക്കിൽ അവരെ കൊല്ലുന്നു. അവർ രണ്ടുപേരും നിലത്തേക്ക് വീഴുമ്പോൾ അവരെ വേർപിരിക്കാനാവാത്ത വിധം അവരുടെ ബോഡി ചേർന്നിരുന്നു. പുരാതന കാലത്തെ വ്യക്തമായ വിജയത്തോടെയാണ് യുദ്ധത്തിന്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നത്.